യേശു എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായി എന്ന പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുൻപോട്ടോടി യേശുവിനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കൊതിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലെ തടസ്സം എന്താണ്? നിങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഇന്ന് പകൽ നിങ്ങളതൊന്ന് വിലയിരുത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്കതിയായ ആഗ്രഹവും വാഞ്ചയും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ, നിശ്ചയമായും നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തും. നിങ്ങളെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ വീണ് കിടക്കുകയില്ല. നിങ്ങൾക്ക് മുൻപിൽ ആരൊക്കെ തടസ്സമായി നിന്നാലും നിങ്ങളുടെ തീരുമാനം ശക്തമാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തും. യേശു പട്ടണത്തിൽ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ട് ആളുകൾ തടിച്ചുകൂടുകയാണ്. എല്ലാവരും യേശുവിനെ കാണാനാണ് വന്നത്. എല്ലാവരും തന്നെ അവനെ കണ്ടു. എന്നാൽ സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യേശുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങളവനെ കാണും. നമ്മുടെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ദൈവം മനുഷ്യ വേഷമെടുത്തു. അതാണ് നമ്മുടെ കർത്താവായ യേശു. ദൈവത്തിൻ്റെ പൂർണ്ണരൂപം ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തിരുവചനങ്ങളിലൂടെ നാം ദൈവത്തെ കാണുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം നാം ദർശിക്കുകയാണ്. യേശുവിനെ എല്ലാവരും കാണുകയാണ്. എന്നാൽ സക്കായിക്ക് ഒരാഗ്രഹം യേശുവിനെ കാണണമെന്ന്. തിരുവചനം പറയുന്നു, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹം ആത്മീകമാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം കാണുന്നൊരു സ്വർഗമുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, സക്കായി യേശുവിനെ കാണുവാൻ ശ്രമിച്ചു. അവൻ ശ്രമിച്ചു, പക്ഷെ അവൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അവൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. പലവട്ടം ശ്രമിച്ചിട്ടുണ്ടാകാം, പക്ഷെ പരാജയപ്പെടുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലവട്ടം തോൽവികൾ ഏറ്റുവാങ്ങുന്നത് കണ്ട് എന്നെക്കൊണ്ടത് കഴിയില്ല, എനിക്കത് സാധ്യമല്ല, ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് മാറുന്ന ഒരു മനുഷ്യനെയല്ല നാം കാണുന്നത്. പരാജയപ്പെട്ടിട്ടും മുൻപോട്ട് ഓടുന്നവനെയാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, തോറ്റുകൊടുക്കരുത്. നിങ്ങൾ ഇറങ്ങിത്തിരിച്ചത് എന്തിനു വേണ്ടിയാണ്? വീണ് കിടക്കാൻ വേണ്ടിയല്ല, തോറ്റുകൊടുക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടിയാണ്. അവൻ മുൻപോട്ട് ഓടുകയാണ്. ആഗ്രഹം സത്യമാണെങ്കിൽ, നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ, നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കും. അവൻ മുൻപോട്ടോടി കാട്ടത്തിയുടെ മുകളിൽ കയറി. അവന് യേശുവിനെ കാണാൻ കഴിയാതിരുന്നത് അവൻ്റെ മുൻപിൽ വലിയൊരു പുരുഷാരം നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തന്നെ ബാല്യം മുതൽ അവൻ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വൈകല്യം നിമിത്തമാണ്. നിങ്ങളെ തളർത്തുന്നത് ബാല്യം മുതൽ നിങ്ങളെ പിന്തുടരുന്ന ചില വേദനകളായിരിക്കാം.
ചില തകർച്ചകളായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ചില തടസ്സങ്ങളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കും. അവൻ മുൻപോട്ടോടി മുൻപിലുള്ള തടസ്സങ്ങൾക്ക് മുകളിൽ ഓടിക്കയറുകയാണ്. അവിടെ കൂടി വന്നവർ യേശുവിനെ കാണുന്ന പോലെയല്ല അവൻ കാണുന്നത്. അവൻ ഒരു പടി മുകളിൽ കയറി, കാട്ടത്തിയുടെ മുകളിൽ കയറി യേശുവിനെ നോക്കുമ്പോൾ യേശു ആ കാട്ടത്തിയുടെ ചുവട്ടിൽ എത്തിയപ്പോൾ അവിടെ നിന്നു. എന്നിട്ട് യേശുവിനെ കാണാൻ തുടിച്ച ഹൃദയത്തിന് മുൻപിൽ, യേശുവിനെ കാണാൻ തുടിച്ച കണ്ണുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, സക്കായി ഇറങ്ങി വാ, എന്നെ കാണാൻ കൊതിച്ച നിന്നോടുകൂടെ ഞാനിന്ന് പാർക്കാൻ പോവുകയാണ്. യേശുവിന് വേണ്ടി ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ദൈവമഹത്വം കണ്ടിരിക്കും. യേശു നിങ്ങളെ മറികടന്നു പോകത്തില്ല. നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ, മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ തടസ്സങ്ങളെയൊക്കെ നിങ്ങൾ ചാടിക്കടക്കും. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.